കല്യാണം. മന്ദാരവനത്തിലെ തങ്കരാജ സിംഹം ഉഗ്രപ്രതാപശാലിയായിരുന്നു. എടോ നീലുകുറുക്ക, ഈ കാട്ടിൽ ഞാനൊരു വലിയ സംഭവമാണല്ലേ? സംശയമുണ്ടോ? അങ്ങയുടെ ശബ്ദം കേട്ടാൽ പിന്നെ കാട്ടിലെ ഓരോ ജീവിയും പുറത്തിറങ്ങാറില്ല. എന്തിനേറെ പറയുന്നു, പക്ഷികൾ പോലും ഈ കാടിന് മേലെ പറക്കാൻ ഭയപ്പെടുന്നു. അങ്ങ് ഒരു വലിയ സംഭവം തന്നെ. അങ്ങനെ ഇരിക്കെ തങ്കരാജ സിംഹത്തിന് ഒരു കല്യാണ ആലോചന വന്നു. രക്തവനത്തിലെ കടാര സിംഹത്തിന്റെ ഒറ്റ മകളാ പങ്കി സിംഹിണി. വലിയ തറവാട്ടുകാരാ. ഞാൻ അങ്ങയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടാ കടാരകടി സമ്മതിച്ചത്. ആളിന് മൂക്കത്താ ചുണ്ടി. ഞാനെന്താ മോശമാണോ? തങ്കരാജ സിംഹം എന്ന് പറഞ്ഞാൽ ഈ കാട് ഇളകും. കല്യാണം കെങ്കേമമാക്കണം, അല്ലെങ്കിൽ ഗടാഗടിന്റെ മട്ടു മാറും. നീ നോക്കിക്കോ, ഇതുപോലൊരു കല്യാണം ലോകത്തിലെ ഒരു കാട്ടിലും നടന്നിട്ടുണ്ടാവില്ല. വിവാഹത്തിന് സകല മൃഗങ്ങളോടും സമ്മാനങ്ങളുമായി വരാൻ വിളിച്ചു പറയടോ. രാജമാന്യ രാജതന്ത്രി തങ്കരാജാവിന്റെ കല്യാണം. എല്ലാവരും നല്ല സമ്മാനങ്ങളുമായി എത്തണം. കാടടിച്ച് സദ്യയുണ്ട്, പായസം 4 തരം. ഡും ഡും ഡും. കാട്ടിലെങ്ങും അത് ചർച്ചയായി. ആ തങ്കരാജന്റെ കല്യാണമാണെന്ന്. നിങ്ങൾ ഇങ്ങ് കയറുക. അയാളുടെ മുന്നിൽ ചെന്ന് പെടാതെ നോക്കണം. ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് വരാതിരിക്കുന്നത് നല്ലത്. അഹങ്കാരിയുടെ കല്യാണം. ആ മൂലയിലിരിക്കുന്ന തേനെടുത്ത് കുടിച്ചു തീർക്കാം, അല്ലെങ്കിൽ അത് കല്യാണത്തിന് കൊടുക്കേണ്ടി വരും. അത് ശരിയാ. അങ്ങനെ കല്യാണ ദിവസമായി. വധുവിന്റെ കൂട്ടർ വരാറായി. നമ്മുടെ കാട്ടിലെ മൃഗങ്ങളൊക്കെ എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അല്പനേരം കഴിഞ്ഞ് അതാ ഗദാഗടിയൻ സിംഹം വരുന്നു. ഒറ്റയ്ക്കാണല്ലോ. ഞങ്ങളെ സ്വീകരിക്കാൻ ഒരൊറ്റ മൃഗത്തിനെയും കാണുന്നില്ലല്ലോ. ഞങ്ങൾ വധുവിന്റെ ബന്ധുക്കളൊക്കെ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ്. ആരെയും കാണുന്നില്ല. സമ്മാനങ്ങളുമായി നേരത്തെ എത്തണമെന്ന് എല്ലാവരോടും പറഞ്ഞതാ. എടോ മണ്ടന്മാരെ, ഭയവും ഭീഷണിയും ഉള്ളിടത്ത് സ്നേഹം ഉണ്ടാവില്ല. നിങ്ങളോട് ഈ കാട്ടിലുള്ള ഒരു ജീവിക്കും സ്നേഹമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് താനുമായുള്ള കല്യാണം വേണ്ട എന്നാണ് എന്റെ മകൾ പങ്കി പറഞ്ഞത്. അങ്ങനെ അഹങ്കാരിയായ തങ്കരാജ സിംഹം ഒരു പാഠം പഠിച്ചു. സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ബൈ ബൈ.